ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഗ്രാനിയാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഗ്രാനിയിൽ നമ്മൾ ഗ്രാൻഡ് പേനിട്ട് മാത്രമേ കളിക്കുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഗ്രാൻഡ് പേനിട്ട് മാത്രം കളിക്കാൻ പോകുന്ന എല്ലാവർക്കും കാണാം ഗൈസ്. നമ്മൾ നൈറ്റ് മെയർ മൂഡിട്ടാണ് ഗൈസ് കളിക്കുന്നത്. എന്ത് എസ്കേപ്പ് ചെയ്യാൻ നമുക്കറിയാൻ പാടില്ല, നമുക്ക് കിട്ടണ എസ്കേപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഓക്കെ, കളിക്കാം ഗൈസ്. പ്ലേ കൊടുക്കുന്നുണ്ട്, ഗ്രാൻഡ് പേര് മാത്രം ഇടുന്നുള്ള എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കളിക്കാൻ പോകുന്നു. നമുക്ക് എന്തായാലും നിങ്ങളൊരു 3K ലൈക്ക് തരികയാണെങ്കിൽ നമ്മൾ ഈവിൾ നണ്ണിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. ഗ്രാനി 3 കളിക്കാൻ നമുക്ക് ഈ വീഡിയോയിലെ ഡേ 1 ആണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് കളിക്കാൻ തുടങ്ങാം ഗൈസ്. ഗ്രാനിയെ വെച്ചില്ല, അപ്പോൾ നമ്മളെ കൊല്ലുക ഗൈസ്. നമുക്ക് നോക്കാം അല്ലല്ലോ എടുക്കാം. അതെന്താ ഗൈസ് ഓടി കളിക്കുന്ന എലിയല്ലേ? ഞങ്ങൾ ട്രെയിനിങ് കളിച്ചിട്ട് നമുക്ക് കൊല്ലാൻ പറ്റാ. അപ്പൊ നമുക്ക് നേരെ കയറി ചെല്ലാം ഗൈസ്. മൈൻഡ് നേരെ ഓ എലി നമ്മളെ കടിച്ചു ഗൈസ്. ഇത് കടിക്കുവോ? തുറന്ന് നേരെ കയറി ചെല്ലാം. അപ്പൊ എവിടെയാണെന്നറിയാം. നേരെ തുറന്നു എല്ലാം കഴിച്ചു. അപ്പൊ പുറകേട്ടെ ഇവിടെ നമുക്ക് കിട്ടിയ കാറിന്റെ പിന്നെയും കടിച്ചായി. ഇത് എപ്പോഴൊക്കെ അവന്റെ ഷോപ്പിൽ എലിയുടെ തട്ടാൻ പറ്റിയായിരുന്നെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ ലോറൊന്ന് തുറന്നു ഓപ്പനൊന്നും ഉണ്ടാവില്ലേ ഗൈസ്. എല്ലായിടത്തും ചോദിക്കാൻ ഗൈസ്. ഇവിടെ നിന്ന് ചിലപ്പോൾ വെപ്പൺ കീ കിട്ടാൻ സാധ്യത. ഇവിടെ എന്തായാലും ഉണ്ടാവും. ഫയർവുഡ് എന്തേലും ഉണ്ടാവും. നമുക്ക് ഫയർവുഡ് കിട്ടി ഗൈസ്. നമുക്ക് ലിഫ്റ്റ് കയറാം ഗൈസ്. കാക്കയുടെ താഴെ എന്താണെന്ന് നമ്മൾ നോക്കണം. എന്തായാലും ഇതിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു വിചാരം. കൊല്ലും നമ്മളെ ഇനി നടക്കാൻ കഴിച്ചു. പോയാണ് തന്നെ ടാക്സിന് വിട്ടിച്ചു ഗൈസ്. ടാക്സിന് വിട്ടിച്ചു വീട്ടിൽ പോയി നേരെ കട്ടിലേക്ക് കിടക്കാം. നമുക്ക് തുറന്നിട്ടേക്ക് അതെന്ത് പറഞ്ഞായിരുന്നു നമ്മൾ എന്തായാലും സേഫ്റ്റി നമ്മുടെ ബാത്റൂമിലല്ലേ കൊണ്ടുവെക്കണ്ട. ഞാൻ എല്ലാം മറന്നു പോകും ഗൈസ്. നിങ്ങൾ വെച്ചേക്കണം ഗൈസ്. അടുത്ത നമ്മള് ഇവൾഡൺ കളിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്ത് കളിക്കാൻ ഞങ്ങൾ എന്ത് കളിക്കണം കമന്റ് ബോക്സിൽ പറയുക ഗൈസ്. കളിക്കാം ഗൈസ്. കളിക്കാം. താഴത്തേക്ക് പോയിട്ട് സേഫ്റ്റി ഇതിലുണ്ടാക്കി എന്താ കിട്ടുന്നതെന്ന് നോക്കാം ഗൈസ്. നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ അവിടെ അപ്പാപ്പനുണ്ടാവും. പുറത്തേക്ക് ഇറങ്ങാൻ കഴിച്ചു. എന്താ കഴിച്ച അപ്പാപ്പൻ തിരിഞ്ഞു നോക്കാൻ. ഇയാൾ ഉറങ്ങാൻ പോയാണെങ്കിൽ നമുക്ക് ആ ഗണ്ട് കൊടുത്തോണ്ട് നേഴ്സിൽ പോലെ നമ്മൾ വെപ്പണിക്ക് കണ്ടുപിടിച്ച് വെപ്പണിച്ച് അവിടെ തല കൊണ്ട് അടിച്ചു പൊളിച്ചിട്ട് എന്തായാലും ഈ കളി നമുക്ക് എസ്കേപ്പ് ആവണം ഗൈസ്. നമ്മള് അപ്പാപ്പൻ മഞ്ഞ ഗെയിമാണ്.
ഒന്നും വരണ്ടെന്ന് അപ്പൊ അപ്പം താഴ്ത്തേക്ക് ഇറങ്ങി ഗൈസ്. നല്ല ടൈമാണ് ഗൈസ്. നമുക്ക് കയറി നേരെ ഇങ്ങോട്ട് ഗൈസ്. ട്രിനിറ്റി ഗൈസ്. നമുക്ക് ആക്സിലേറ്ററും കോയിനും തേങ്ങ കിട്ടിയായിരുന്നു. അതിൻ്റെ അകത്ത് കോയിൻ ഉണ്ടാവുമായിരിക്കും. കോയിനുണ്ടെ ടിക്കറ്റ് ഇട്ട് നേരെ അവിടെ കൊടുത്ത് ആക്സിലേറ്ററും കിട്ടിയാണെങ്കിൽ നമുക്ക് എസ്കേപ്പ് ആകും. പിന്നെ മറ്റേ ഇലക്ട്രിക്കിന്റെ ഒരു പ്ലഗ് ഉണ്ടല്ലോ അതും കൂടി. ഞാനിതിന് മാസ്റ്ററിന്റെയും ഗെയിം തെറാപ്പിസ്റ്റിന്റെയും ഗ്രാനെയൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് ഇൻട്രസ്റ്റിൽ കളിക്കാനൊക്കെയാണ് കൂട്ട് കിട്ടുമെങ്കിൽ നമുക്കും അതുപോലെയൊക്കെ കളിക്കാനായിട്ട് പക്ഷെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നിശബ്ദതയോടെ അപ്പാപ്പനെ നിരീക്ഷിക്കാം. അയ്യോ അപ്പാപ്പനെന്തേ അവിടെ എങ്ങനെ താഴത്തെങ്ങാനും ഉണ്ടാവും. അയാളെ വിശ്വസിക്കാൻ പറ്റൂല ഗൈസ്. താഴത്തേക്കല്ലേ നമ്മൾ വന്നത്. എല്ലാ സ്റ്റോണും വിൽക്കാൻ ഗൈസ്. അഥവാ വാങ്ങാനും നമുക്ക് വെപ്പൺ കീ കിട്ടിയാണെങ്കിൽ നേരെ വെപ്പൺ കൊടുത്ത് അപ്പാപ്പന്റെ തല നോക്കി അടിക്കാം. അവിടെ എന്താണോ ഒരു സ്റ്റോൺ കൂടി കിട്ടിയാണ് നമ്മുടെ സ്റ്റോൺ ഇല്ല. ഇതിന്റെ അകത്തേക്ക് എങ്ങാനും വീണാ മറ്റേ ആ കള്ളം മുതലാവുന്ന നമ്മൾ കടിച്ചിടും. വേഗം പോവാൻ കഴിച്ചു. പാപ്പനെ പറഞ്ഞില്ല ഇനി മുമ്പാ കാറിന്റെ വന്നിട്ട് അയാളെ വിട്ടത് നല്ല രസമാണ്. ഞാനൊരു പിടി കൊണ്ടാൽ നമ്മളെ തീർന്നു. ചോരൊക്കെ ചവിട്ടി നടക്കുമ്പോ എന്തോ പോലെ നൈറ്റ് മെയർ മൂഡ് ഇടണ്ടായിരുന്നു. നമുക്ക് കളയാൻ പറ്റിയ ഇവിടെ തേങ്ങ വല്ലതും കിട്ടിയായിരുന്നു. പ്ലാൻ ഗൈസ്. പ്ലാൻ വെച്ച് അവിടെ എന്തേലും ഉണ്ടാകും ഗൈസ്. അവിടെ എന്താണെന്ന് നോക്കാം ഗൈസ്. കിളവൻ മണ്ണണ്ട. അതേ വള്ളക്കിളവനെ വിശ്വസിക്കാൻ പാടില്ല ഗൈസ്. പറഞ്ഞിട്ട് ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ച് എണ്ണിക്കാം ഗൈസ്. അയാളങ്ങോട്ട് പോട്ടെ. എന്നിട്ട് നമുക്ക് എസ്കേപ്പ് ആണോ ഗൈസ്? എന്തായാലും ഇതിൽ എസ്കേപ്പ് ആയിരിക്കും ഗൈസ്. നമ്മൾ ഇത്ര ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മൾ ഇതിൽ എസ്കേപ്പ് ആയിരിക്കും. എങ്ങനെ പോയാലും നമ്മള് ഗ്രാനിയിൽ ഈ ടീമിൽ നമ്മൾ എസ്കേപ്പ് ആയിരിക്കും. അയാൾ വരാത്ത എന്താ ഗൈസ്? ഇങ്ങനെ നമ്മൾ തുറന്നാ പിന്നെ അയാൾ ഓടി കിട്ടും. കാരണം നമുക്ക് ഇവിടെ കുറച്ചു നേരം മിണ്ടാതിരിക്കും. എന്താ രസം. ഇയാളെന്താ ഗൈസ് വരാത്ത? തുറന്നു നോക്കിയാലും അല്ലേ? വേണ്ട വേണ്ട വേണ്ട. എങ്ങാനും അയാൾ വന്നാൽ നമ്മൾ പോയി കാണുമോ? നൈസ് തുറന്നിട്ട് അങ്ങോട്ട് ഓടിയാലോ ഗൈസ്. നമുക്ക് തുറന്നിട്ട് അങ്ങോട്ട് അയാളില്ല. ഇവിടെ ഇല്ലല്ലോ അയാൾ. മിക്കവാറും തിരിഞ്ഞു പോയി. ചെന്നാ എങ്ങാനും ഒരു ഡൗട്ട് മാത്രം. ഇയാളെങ്ങാനും പോയി ഉറങ്ങിക്കാണോ?
നമ്മള് സ്റ്റെപ്പ് ആകണം ഗൈസ്. മോട്ടിവേഷൻ ആയിട്ട് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. നമുക്ക് മോട്ടിവേഷൻ വേണം ഗൈസ്. എല്ലാവരും ഗൈസ്. തുറക്കണ കാര്യം ഓർക്കുമ്പോ തന്നെ മൈൻഡ് ഇതിന്റെ ഒരു സൗണ്ടും എല്ലാം കൂടി ആയിട്ട് വേന പോലെ. നമ്മുടെ പ്ലാങ്ക് എവിടെ ഇരുന്ന് ഗൈസ് കിടന്ന് വെച്ചാ ബെഡ്റൂമിലായിരുന്നില്ലേ? അല്ല, ആ സോഫയൊക്കെ ഇരിക്കണ അവിടെ അല്ലായിരുന്നു. എടുക്കണ്ട ഗൈസ്, കളാല എടുക്കാം. അല എടുത്തേക്കാണ്. ഇവിടെ ഉണ്ട് ഗൈസ് പ്ലാങ്ക്. നേരെ പ്ലാങ്ക് എടുത്തോണ്ട് കാണാം. എന്നിട്ട് വെച്ചിട്ട് അവിടെ എന്താണെന്ന് നോക്കണം ഗൈസ്. ഇയാൾ ഉറങ്ങിയാ കള്ളക്കളവ് ഗൈസ്? ഉറങ്ങിയാന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഉറങ്ങി നല്ലതായിരുന്നു. ഇവിടെ പ്ലാങ്ക് വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി. പതുക്കെ 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 പോവാം. ഞാൻ താഴത്തേക്ക് വീണാലും താഴത്തെങ്ങാനൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇവിടെ എന്നാ ബ്രിഡ്ജ് ക്രാങ്ക്. നമുക്കിപ്പോ ട്രെയിൻ എസ്കേപ്പ് ചെയ്യാനുള്ളൊരു സാധനം കിട്ടി, ബ്രിഡ്ജ് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു സാധനവും കിട്ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുമെന്ന് കൺഫ്യൂഷനിലാണ്. ഇനി കുറച്ച് സാധനം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തേലും എസ്കേപ്പ് ചെയ്യാം. നമുക്ക് എല്ലാ സാധനവും കിട്ടുന്ന എസ്കേപ്പ് ചെയ്യാം. നമുക്ക് എല്ലാം തപ്പി നോക്കി ഒന്നും എസ്കേപ്പ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു ഗമനം. എന്തായാലും നമ്മൾ ഈ കളി ജയിക്കും എന്നാണ് എല്ലാവരും ഈ കളി ജയിക്കണമെന്നാണ് ആഗ്രഹം. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താണെന്ന് പറയാൻ ഞാൻ ഇങ്ങോട്ട് അറിയാതെ കേൾക്കും. നേരെ താഴത്തേക്ക് വാങ്ങി നമ്മൾ വല്ലയിടത്തും ചെക്ക് ചെയ്യാതെ ഉണ്ടോ? കുറെ നമുക്ക് പതുക്കെ പതുക്കെ എല്ലാമായിട്ട് എടുത്തോണ്ടിരിക്കാം. നമുക്ക് തേങ്ങ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കണം ഗൈസ്. നമ്മൾ ഇവിടെ നോക്കിയായിരുന്നോ ഗൈസ്? ഇവിടെ എന്താണെന്ന് നോക്കില്ലല്ലോ. നമ്മൾ അലമാരിയിൽ എന്താണെന്ന് നോക്കില്ലല്ലോ. അലമാരിയിൽ എന്തെങ്കിലും ഉണ്ടാവോ? ബ്രിഡ്ജ് ക്രാങ്ക് കൊണ്ടിട്ട് അവിടെ തിരിച്ചു വെക്കാം ഗൈസ്. ഇത് നേരത്തെ നോക്കണ്ടായിരുന്നു ഗൈസ്. നമ്മൾ വെപ്പൺക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിളവനെ കൊന്നിട്ട് നമുക്ക് മറ്റേ സാധനം എടുക്കണം. ഗണ്ണെടുത്തിട്ട് വേണം ഈ കളിക്കാൻ. മറ്റേ അകത്ത് എന്തെങ്കിലും ഉണ്ടാകും. കുറെ കളിയുണ്ട് ഗൈസ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കളി നമുക്ക് ജയിക്കണം ഗൈസ്. ഒറ്റ മൈൻഡിൽ കയറി ചെല്ലാം ഗൈസ്. ഇവിടെ ഒന്നും നോക്കിയില്ലല്ലോ. ഇങ്ങനത്തെ എല്ലാ സ്ഥലവും നോക്കിട്ട് പോവാം ഗൈസ്. എങ്ങാനും എന്തേലും തടഞ്ഞാലോ നോക്കിയില്ലായിരുന്നു. എന്തായാലും ഈ കളി ജയിക്കും ഗൈസ്. നമുക്ക് എന്തായാലും ഈ കളി ജയിക്കണം. ഇനി വാ ഗൈസ്. ഗ്രാൻഡ് കള്ളക്കേളവൻ ഇനി വന്ന് അടിച്ച് തല വിളിച്ചു കൊടുക്കും നമ്മളാണ്. അതേപോലെ പുറകി നിന്നൊരു അടി കൊടുക്കും. അല്ലേ വേണ്ട അയാളെ വിളിക്കണം. വേണ്ട അല്ലേ വേണ്ട, ഒരൊറ്റ അടി ഇങ്ങോട്ട് ഹെഡ് കൊണ്ട് നേരെ ആ ഗണ്ടെടുത്ത് ഒരൊറ്റ അടി കൊടുക്കാതെ
ഈ സമയം കൊണ്ട് നമുക്ക് വേഗം ഒരു ബുള്ളറ്റ് എടുത്തിട്ട് താഴെ പോയി മറ്റേ ആ പൊട്ടിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ ഗൈസ്, ക്ലാസ്, അതിൽ പോയി പൊട്ടിക്കാം ഗൈസ്. എന്തായാലും ക്രോബാറും മറ്റേ ഇതും കിട്ടും, എന്തേലും കിട്ടും അവിടെ നിന്ന്. ഒരു എമോയെ നമുക്ക് കിട്ടിയുള്ളൂ ഗൈസ്. എന്തായാലും നമുക്ക് എന്താ ഒറ്റ മൈൻഡ് നേരെ കളിക്കാം. നമ്മുടെ ഈ കളി ജയിക്കുന്നുണ്ട്. നേരെ പോയി അടിച്ച് ഓടിച്ചിട്ട് വരാം. ഇത് എന്തായിരിക്കും കിട്ടുന്നത്? ഗേറ്റ് എസ്കേപ്പ് ഗൈസ്, ഗേറ്റ് എസ്കേപ്പ്, ഗേറ്റ് എസ്കേപ്പ്, ഗേറ്റ് എസ്കേപ്പ്, ഗേറ്റ് എസ്കേപ്പ്, ഗേറ്റ് എസ്കേപ്പ്, ഗേറ്റ് എസ്കേപ്പ്. എന്തായാലും ഗേറ്റ് എസ്കേപ്പ്. ശരിക്ക് മാത്രം ഗേറ്റ് എസ്കേപ്പ് ആയി മക്കളെ, നമ്മൾ ഗേറ്റ് എസ്കേപ്പ് ആയി, എസ്കേപ്പ് ആയി. ഇതില് എസ്കേപ്പ് ചെയ്താൽ നിങ്ങൾ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഇതെല്ലാവർക്കും ഷെയറും ചെയ്യണം ഗൈസ്. ഇതിൽ നമ്മൾ എസ്കേപ്പ് ആയി മച്ചമ്പികളെ, നമ്മൾ എസ്കേപ്പ് ആയി. ഈ എലീനെയൊക്കെ തല്ലി കൊല്ലാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ കൊന്നേനെ. നമ്മൾ എസ്കേപ്പ് ആയി ഗൈസ്, നമ്മൾ എസ്കേപ്പ് ആയി. ഓ ഇപ്പൊ 100% ഷുവർ ഗൈസ്. നേരെ കയറി ചെല്ലാം ഗൈസ്. അവിടെ ഫ്യൂസ് ഒക്കെ ആയിട്ട് ഇവിടെ സ്ഥലം ഉണ്ടല്ലോ ഗൈസ്. തന്നെ ഇവിടെ ഫ്യൂസ് വേറെ സ്ലോ ഇലക്ട്രിസിറ്റിയോ? ആ ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്ക് ഷെഡ്കി വേണം. കാക്കയുടെ താഴെ എന്തായിരുന്നു ഗൈസ്? മറന്നുപോയി. കാക്കയുടെ താഴെ നമ്മൾ നോക്കില്ല. കാക്കയുടെ താഴെ നമുക്ക് അതുകൂടി ജയിച്ച് ഉറപ്പാണ് ഗൈസ്. നമ്മൾ ഈ കളി ജയിച്ചു. ഷെഡ്കി ആയിരിക്കണേ. യെസ് ഗൈസ്, ഷെഡ്കി. താഴത്ത് നമുക്ക് ഗണ്ണെടുത്ത് എമോയിട്ടിട്ട് കാക്കേനെ വെടിവെച്ചു കൊല്ലാം. അല്ല മാച്ച് ബോക്സ് കിട്ടിയല്ലേ ഗൈസ് നമുക്ക്, ഫയർ പൊട്ടും. അല്ല നമുക്ക് കാക്കേനെ കത്തിക്കാം. എന്തായാലും താഴത്തുനിന്ന് എടുത്തിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ഇത്തിരി പവർ കൂട്ടിട്ട് വരാം ഗൈസ്. അല്ല നമുക്ക് നേരെ ഷോട്ട് ഗൺ എടുത്ത് അടിച്ച് പൊട്ടിച്ചാൽ പോരെ. അല്ലേ വേണ്ട ഗൈസ്, മാച്ച് ബോക്സ് എടുത്ത് കത്തിക്കാം. ഇതിന്റെ ഇടക്ക് കുറെ മെസ്സേജ് ഒക്കെ വരും, അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മാച്ച് ബോക്സ് ഇവിടെ അല്ലല്ലോ ഗൈസ് കൊണ്ടിടേണ്ട, താഴത്ത് മറന്നുപോയി ഗൈസ്. താഴത്തല്ലായിരുന്നു ഇടേണ്ട. ആ കുഴപ്പമില്ല ഗൈസ്, ഇവിടെ കൂടി കയറാം. അതിനേക്കാളും നല്ല താഴ്ച. പക്ഷെ കുറെ ലോക്ക് തുറക്കണം ഗൈസ്, അത് ഓർക്കുമ്പോ കല്ലിയാ. കാരണം നമുക്ക് ഇവിടെ നേരെ കത്തിച്ചിട്ട് നമുക്ക് നേരെ കൂടി നമുക്ക് മേളിലേക്ക് പോവാം ഗൈസ്. നേരെ മേളിലേക്ക് പോയിട്ട് ഏറ്റവും മേളിലേക്ക് പോവാം ഗൈസ്. അല്ല നമുക്ക് ഇതിൽ കൂടി കയറിയല്ലേ മറ്റേ ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല ഗൈസ്. ഇപ്പൊ നമ്മൾ എസ്കേപ്പ് ആവും എന്തായാലും. പിന്നെ നമ്മളെ പേടിക്കേണ്ട കാര്യമേ ഇല്ല ഗൈസ്. വേഗം നമുക്ക് എസ്കേപ്പ് ആകാം ഗൈസ്. ഇത് എസ്കേപ്പ് ആയിട്ട് വേണം അടുത്ത വീഡിയോ ഇടാൻ ഗൈസ്. അത് കഴിഞ്ഞിട്ട് വേണം ഈവൺ കളിക്കാൻ ഗൈസ്. പക്ഷെ ഈ വീഡിയോക്ക് നമ്മൾ 3 to 4 ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈവൺ കളിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. കാരണം എല്ലാരും വീഡിയോക്ക് ലൈക്ക് ചെയ്യും. ഗ്രാൻഡ് ഗൈസ് നേരെ താഴത്തേക്ക് പോയി നമുക്ക് ഗണ്ണെടുത്തോണ്ട് വരാം ഗൈസ്. അല്ലെങ്കിൽ ഗണ്ണെടുത്തോണ്ട് വരാം. വരണ്ട് ഗൈസ്, അവിടെ വരണ്ട്. നേരെ ഗണ്ണെടുത്ത് അങ്ങനെ കത്തിച്ചല്ലോ ഗൈസ്. ഷെഡ്കിയും കിട്ടി. പക്ഷെ ഷെഡ്കി എടുത്തിട്ടില്ല നമ്മള്. ഇയാളെ വട്ടക്കറക്കി നേരെ പോയി ഷെഡ്കി എടുത്തിട്ട് ആ ഇലക്ട്രിസിറ്റി കേബിൾ എടുത്ത് നമ്മള് എസ്കേപ്പായി മാറ്റി. എല്ലാ സാധനവും കിട്ടിക്കൊണ്ട് ഗൈസ്. ഈ അതുകൊണ്ട് ഫിക്സ് ചെയ്താൽ മാത്രം മതി ഗൈസ്. അപ്പൊ നമ്മൾ എസ്കേപ്പ് ആയി ഗൈസ് എന്തായാലും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ മേളിലേക്ക് കയറി ചെല്ലാം ഗൈസ്. ഇത് നമ്മൾ എസ്കേപ്പ് ആവാനുള്ള എല്ലാ സാധനവും കിട്ടി ഗൈസ്. അടുത്ത 2 മിനിറ്റുള്ളിൽ നമ്മൾ എസ്കേപ്പ് ആവും ഗൈസ്. ഇപ്പൊ നമ്മൾ എസ്കേപ്പ് ആവും ഗൈസ്. ആ ഷെഡ്കി എടുത്ത് നേരെ താഴത്തേക്ക് ഇടാം ഗൈസ്. ഷെഡ്കി എടുത്ത് നേരെ താഴത്തേക്ക് ഇട്ട് വേഗം താഴത്തേക്ക് ഇട്ടാ നമുക്ക് ഷെഡിന്റെ അവിടെയൊക്കെ ഇടണം ഗൈസ്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല. അത് കഴിയുമ്പോ മറ്റേ ഇലക്ട്രിസിറ്റി കേബിള് എടുത്തുകൊണ്ട് അവിടെ വെക്കണം. അവിടെ വെച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് എസ്കേപ്പ്. പാവം ഗ്രാൻഡ് പാ നമുക്ക് വേണ്ടി തന്നില്ല. പക്ഷെ അയാളെ നമ്മൾ ഒരു പ്രാവശ്യം കൊന്നു. കാരണം നമുക്ക് ഇപ്പൊ അയാളെ കൊല്ലണ്ട. നമ്മൾ ആദ്യം എസ്കേപ്പ് ആകട്ടെ. എസ്കേപ്പ് ആകട്ടെ, എസ്കേപ്പ് ആകട്ടെ, വേഗം എസ്കേപ്പ് ആകട്ടെ, എസ്കേപ്പ് ആകട്ടെ. എസ്കേപ്പ് ഒന്നായി പോയി. വേഗം എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ
നമുക്ക് അടുത്ത എസ്കേപ്പ് ഗൈസ്. അവിടെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും പിള്ളേരും എല്ലാവരും എല്ലാം പറയും. പിന്നെ നമുക്ക് വീഡിയോ എന്തായാലും നമ്മൾ കളിച്ചിട്ടുണ്ട്. ഷെഡ്ക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് തുറന്ന് കയറാം ഗൈസ്. ചുറ്റിനും നോക്കിയാൽ ഗൈസ്, വെറുതെ ഒന്ന് നോക്കിയേക്കാം ഗൈസ്. തുറന്നു ആക്സിലേറ്റർ. ഓ ഗൈസ്, അല്ല നമുക്ക് കോയിൻ വേണം. എന്തായാലും നമുക്കുള്ള സാധനം എല്ലാം ഇത് വെച്ച് വലിയ ആവശ്യമൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ നമുക്ക് വേഗം എസ്കേപ്പ് ആവാം ഗൈസ്. വേഗം എസ്കേപ്പ് ആകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ ഇതില്ലേ, ഇലക്ട്രിക് വയറോ, അതായത് അതിന്റെ പേര് കേബിള് എന്തോ ഒരു കേബിളാ, ഇലക്ട്രിക് കേബിൾ എന്തോ കേബിൾ ആയിരുന്നല്ല ഗൈസ്. ഇത് താഴ്ത്ത് കിടപ്പുണ്ട്. അത് തന്നെ ജനറേറ്റർ. ഇതും കൊണ്ട് വെക്കുക. എന്നിട്ട് നേരെ നമുക്ക് ഏറ്റവും മേളിൽ പോയി ഗേറ്റിൽ അടിക്കണം. അപ്പം ഗേറ്റ് ഓപ്പൺ ആവും, നമ്മൾ എസ്കേപ്പ് ആവും. എന്നെ സ്കൂത്തായിരുന്നു ഗൈസ്. ഞങ്ങളെ ഫസ്റ്റ് ഗെയിം പ്ലേയിൽ തന്നെ എസ്കേപ്പ് ആയതിന് വളരെ സന്തോഷമുണ്ട് ഗൈസ് നമുക്ക്. അപ്പൊ എല്ലാവരും ഇനിയുള്ള എല്ലാ വീഡിയോയും നമ്മൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പൊ നമ്മളിന്ന് എസ്കേപ്പ് ആവും ഗൈസ്. നമുക്ക് 100% ഉറപ്പാണ് ഗൈസ്. ഇപ്പൊ ഗ്രാൻഡ് പോ വന്നില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് സ്വിച്ച് അടിക്കണം ഗൈസ്. അവിടെ സ്വിച്ച് അടിച്ചിട്ട് വേണം കളിക്കാനായിട്ട് ഗൈസ്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നല്ലോ ഗൈസ്. അത് തന്നെ, അവിടെയുള്ള സ്വിച്ച് അങ്ങോട്ട് അടിക്കുക. നേരെ എന്നിട്ട് ഇത് ഫോണാക്കണ്ടേ ഗൈസ്. അതിനായിട്ട് നമ്മൾ എവിടെ പോണം? മേളിൽ പോണം. ഏറ്റവും മേളിൽ പോകാനായിട്ട് നമ്മള് ഇതിൽ കയറി പോവാം ഗൈസ്. സ്റ്റെപ്പ് കയറി വേഗം പോണം. പിന്നെ ഗ്രാൻഡ് പേ എങ്ങാനും വന്നിട്ടുണ്ടല്ലോ ഗൈസ്, പിന്നെ ലാഗ് അടിക്കും ഗൈസ്. എന്തിനാ ഗൈസ് വെറുതെ ടൈം കളയണം ഗൈസ്. നേരെ കയറി ചെന്ന് എസ്കേപ്പ്. വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ടൈമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ എസ്കേപ്പ് ആയി ഗൈസ്. ഇത് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. നേരെ താഴത്തേക്ക് ചാടുക. കാക്ക പിന്നെ റെസ്പോൺ ആയി ഗൈസ്. അപ്പൊ നേരെ നമ്മൾ താഴത്തേക്ക് ചാടുക, എസ്കേപ്പ് ആവുക. ഓക്കെ, അപ്പൊ ഇനി ഗ്രാൻഡ് കുറച്ചുണ്ടാവും. നേരെ പോയി എസ്കേപ്പ് ആവാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ എസ്കേപ്പ് ഗൈസ്. വേറെ ഒന്നുമില്ലല്ലോ. യെസ് ഗൈസ്, ഫൈനലി എസ്കേപ്പ് ടു ദ ഗ്രാനി കേവ് ഓർ ഗ്രാനി. ഓ ഗൈസ്, എസ്കേപ്പ് ആയി ഗൈസ്.